എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ യേശുക്രിസ്തുവിനെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും അവന്റെ ആദ്യ ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ക്രിസ്തുവിന്റെ തികഞ്ഞ അനുസരണം, ദൈവരാജ്യത്തിന്റെ സ്ഥാപനം എന്നിവയെല്ലാം ഈ അധ്യായത്തിൽ ഊന്നി പറയുന്നു. 1-ാം വാക്യം മുതൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്നതായി നാം കാണുന്നു. യേശുക്രിസ്തു പാപരഹിതനാണെങ്കിലും പാപികളെ തിരിച്ചറിയുവാനും പാപത്തിനും സാത്താനുമെതിരെയുള്ള തന്റെ ജയം പ്രകടമാക്കുവാനുമുള്ള ഇന്നത്തെ ക്രിസ്തു നേരിടുന്നതും വിജയിക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ വാക്യങ്ങളുടെ പഴയ നിയമ പ്രവചനം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം ഒക്കെയും നീ ഓർക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലെ ഈ വാക്യങ്ങളും മത്തായി 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും നാം പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിലെ പരീക്ഷയിൽ പരാജയപ്പെട്ടിടത്ത് യേശുക്രിസ്തു മരുഭൂമിയിലെ പരീക്ഷ വിജയിക്കുന്നതായി കാണുവാൻ കഴിയും. മാത്രമല്ല, ക്രിസ്തുവാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-ൽ യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവസിക്കുന്നതായി കാണാൻ കഴിയുന്നു. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ ഉപവാസം സീനായി പർവ്വതത്തിൽ ആയിരുന്നപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആയിരുന്ന മോശെ യഹോവയോടുകൂടെ ഇരുന്നപ്പോൾ 40 രാവും 40 പകലും ഉപവസിച്ചതിന് സമാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം വാക്യം, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോടുകൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. മോശ പഴയ നിയമം അഥവാ പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ ശുശ്രൂഷയിലേക്ക് കടന്നതുപോലെ പുതിയ നിയമം അഥവാ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തന്റെ ശുശ്രൂഷ തുടങ്ങുന്ന ക്രിസ്തുവിനെ ഇവിടെ സുവിശേഷകൻ വ്യക്തമായി കാണിക്കുന്നു. മത്തായി 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ കല്ലുകളെ അപ്പമാക്കുവാൻ സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത് കാണാം. എന്നാൽ തന്റെ ശക്തി പിതാവ് കൽപ്പിക്കുന്നത് പോലെ അല്ലാതെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ യേശു തീർത്തും വിസമ്മതിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിലുള്ള ആശ്രയത്തെ വെല്ലുവിളിക്കാനാണ് സാത്താൻ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ ലക്ഷ്യം വെച്ചതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാവുന്നതാണ്. സാത്താനോട് മറുപടിയായി യേശുക്രിസ്തു പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ദൈവത്തെയും ദൈവവചനത്തെ ആശ്രയിക്കുകയും ആണ് വേണ്ടത് എന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞത്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ വചനം മാത്രം അനുസരിക്കേണ്ടതാകുന്നു എന്ന് ക്രിസ്തു ഇവിടെ മാതൃകാപരമായി വ്യക്തമാക്കുന്നു. മത്തായി 4-ാം അധ്യായം 5-6 വാക്യത്തിൽ സാത്താൻ യേശുവിനെ ദൈവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാൻ പ്രലോഭിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. സാത്താൻ ഇവിടെ സങ്കീർത്തനം 91-ാം അധ്യായം 11-12 വാക്യങ്ങൾ ആണ് ദുരുപയോഗം ചെയ്യുന്നതായി കാണുന്നത്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിൽ പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളു. എന്നാൽ പ്രത്യുത്തരമായി ദൈവത്തെ പരീക്ഷിക്കരുത് എന്നെഴുതിയിരിക്കുന്നു എന്ന വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് യേശു സാത്താനെ ശാസിക്കുന്നത് 7-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തു ഉദ്ധരിച്ച ഈ വേദഭാഗം പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്നാണ്. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ദൈവം സകല അപകടങ്ങളിൽ നിന്നും തന്റെ ഭക്തന്മാരെ തിരുവിഷ്ടപ്രകാരം സംരക്ഷിക്കുന്നു എങ്കിലും ദൈവം അങ്ങനെ ചെയ്യുമോ എന്ന് പരീക്ഷിക്കുന്നത് പാപമാണെന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയത്വം പാലിക്കുകയും വേണം എന്ന് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. മത്തായി 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സാത്താൻ യേശുവിനോട് തന്നെ നമസ്കരിച്ചാൽ സകല രാജ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു.
പിതാവ് കൽപ്പിച്ച ക്രൂശിന്റെ ദൗത്യം അല്ലാതെ തന്നെ ആരാധിക്കുക എന്ന കുറുക്കുവഴിയിലൂടെ മഹത്വം പ്രാപിക്കാമെന്ന് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് മറുപടിയായി ക്രിസ്തു വിഗ്രഹാരാധന എന്ന മ്ലേച്ഛത നിരസിക്കുകയും ആരാധന ദൈവത്തിന് മാത്രമാണ് എന്ന വചനം ഓർപ്പിക്കുകയും ചെയ്ത് സാത്താനെ ശാസിക്കുന്നതായി നാം വായിക്കുന്നു. ക്രിസ്തു ഉദ്ധരിച്ച വചനം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്നാണ്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. മത്തായി 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ സാത്താൻ അവനെ വിട്ടുപോയപ്പോൾ ദൂതന്മാർ ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിക്കുന്നതായി കാണുവാൻ കഴിയും. സാത്താൻ തെറ്റായി ഉപയോഗിക്കാനെടുത്ത പഴയ നിയമ പ്രവചന പ്രകാരം തന്നെ ദൈവത്തെ പരീക്ഷിക്കാതെ അനുസരണം കാണിച്ച ക്രിസ്തുവിന് അതേ ദൈവിക വാഗ്ദാന പ്രകാരം ദൈവദൂതന്മാരാലുള്ള ശുശ്രൂഷ ലഭിക്കുന്നു എന്ന് നാം കാണുന്നു. സങ്കീർത്തനം 91-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇവിടെ ക്രിസ്തുവിന്റെ പരീക്ഷകളുടെ വിജയം തിന്മയുടെയും പാപത്തിന്റെയും സാത്താന്റെയും മേൽ ജയിക്കാനുള്ള അവന്റെ ശക്തിയെയും ദൈവം പ്രദാനം ചെയ്യുന്ന ആശ്വാസത്തെയും എടുത്തു കാണിക്കുന്നു. യേശു സാത്താനോട് ഓരോ തവണയും പ്രതിവാദം പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞത് വിശുദ്ധിയോടെ തിന്മയെ ജയിക്കാൻ ദൈവ വചനത്തിന്റെ ഉപദേശം പര്യാപ്തമാണെന്നതും സകല മനുഷ്യർക്കും താൻ മാതൃകയാണെന്നതും വ്യക്തമാക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.